ഹായ് മക്കളെ, എക്സാം സീസൺ ഇത് അടുത്ത് വരാൻ തുടങ്ങുകയാണല്ലേ. ഇപ്പം തന്നെ പ്രോപ്പറായിട്ട് നമ്മൾ ഡേയ്സ് ഒക്കെ പ്ലാൻ ചെയ്താൽ ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിൻ്റെ ചാപ്റ്റർ വൈസ് അനലൈസ് ചെയ്ത് പഠിക്കാൻ പറ്റും. എങ്ങനെ നമുക്ക് ഒരു ദിവസം ഒരു ചാപ്റ്ററിനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം, അതാണ് മിസ് ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. എല്ലാവരും ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. നമുക്ക് എപ്പോഴും പഠിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാവണം. നമ്മൾ ഏറ്റവും ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെ ആദ്യം എടുക്കണം, നമുക്ക് ടൈമുള്ള ടൈമിൽ. അപ്പോൾ നമ്മുടെ ടൈം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുമ്പം നിങ്ങൾക്ക് ഏറ്റവും പഠിക്കാൻ കൂടുതലായിട്ട് സമയം വേണ്ടതും ഏറ്റവും ടഫായിട്ട് തോന്നുന്നതുമായ സബ്ജക്റ്റ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിൽ കുറേ ടൈം എടുത്ത് പഠിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു ചാപ്റ്റർ നമ്മൾ ആദ്യം തന്നെ സ്പ്ലിറ്റ് ആക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്പ്ലിറ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസത്തിൻ്റെ ടൈം കറക്റ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. നിങ്ങൾ രാവിലെ ഇപ്പോൾ ഒരു 7 മണിക്ക് ഇപ്പോൾ ഒരു ദിവസം കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണ്, ഒരു സാറ്റർഡേ വേറെ ഒന്നും നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ ആയിട്ട് വരുന്നില്ല എങ്കിൽ നിങ്ങൾ രാവിലെ തന്നെ ഒരു 6:30-7 മണിക്ക് നിങ്ങൾ എണീറ്റ് ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് നല്ല പ്രോപ്പറായിട്ട് നിങ്ങളുടെ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ടൈമിൽ നിങ്ങൾ പഠിക്കുന്ന സ്റ്റഡി ടേബിളിൽ വന്നിരിക്കുക. എന്നിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഏത് ചാപ്റ്റർ ചൂസ് ചെയ്യണം, ഈ ചാപ്റ്ററിന് ഇത്ര ടോപ്പിക്സുകൾ ഉണ്ട്, അങ്ങനെ അതിനെ ടോപ്പിക്സ് ആക്കി നമ്മൾ കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് ഓരോ സബ് ടോപ്പിക്കിനും എത്ര ടൈം വേണമെന്ന് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആദ്യത്തെ മെയിൻ ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് വളരെ കുറച്ച് സമയം മതി. എന്നിട്ട് ഈ ഓരോ ടോപ്പിക്ക് പ്രോബ്ലംസ് ആണ് എങ്കിൽ അല്ലെങ്കിൽ കുറേ നേരം വായിച്ച് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇങ്ങനെ നമ്മൾ ആദ്യത്തെ ഒരു 2 അവർ സംഭവം എന്താണ്, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ഭാഗമാണ് കുറച്ച് ടൈം എടുത്ത് പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കി ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം. ബയോളജിൻ്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, എക്സാമ്പിൾ മിസ് പറയുകയാണെങ്കിൽ നമ്മളൊരു ടിഷ്യൂസിൻ്റെ ചാപ്റ്റർ പഠിക്കുകയാണ്. ആദ്യം ഏതൊക്കെ ഭാഗങ്ങളാണ്, ആദ്യത്തെ കംപ്ലീറ്റ് ടിഷ്യൂസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി പ്രോപ്പറായിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്ത് ഓരോന്ന് സ്പ്ലിറ്റപ്പ് ആക്കാം. അതിനുശേഷം നിങ്ങൾ ഒരു കുറച്ച് ടൈം ബ്രേക്ക് എടുക്കണം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചാൽ നമുക്ക് ഒരിക്കലും തലയിൽ എല്ലാം കൂടെ കയറില്ല. ആദ്യം ഒരു 40 മിനിറ്റ്സ് നമ്മൾ പഠിക്കുക, എന്നിട്ട് നമ്മളൊരു 10 മിനിറ്റ്സ് ബ്രേക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മളൊരു 1 അവർ പഠിക്കുക, വീണ്ടും ഒരു 15 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. ആ ബ്രേക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ സ്നാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് വിട്ട് വർത്താനമൊക്കെ പറയാം. ആ വർത്താനം പറയുന്ന ടൈമിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്ററോ സിബ്ലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. നമ്മൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലതാണ് നമ്മൾ ഷോർട്ട് നോട്ട് എഴുതി പ്രിപ്പയർ ചെയ്യുന്നതും. അതുപോലെ തന്നെ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുക, അതും നിങ്ങൾക്ക് പെട്ടെന്ന് ലേൺ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ പറഞ്ഞ ഓരോ ടോപ്പിക്ക് കഴിഞ്ഞതിന് ശേഷം അവസാനം ഒരു ഈവനിങ് ടൈം ആവുമല്ലോ, ലാസ്റ്റ് നിങ്ങളുടെ ആ ഒരു അവറിൽ നിങ്ങൾ പഠിച്ച കാര്യം റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സ്വന്തമായി പ്രിപ്പയർ ചെയ്ത ഷോർട്ട് നോട്ടിലൊക്കെ നിങ്ങൾക്ക് എപ്പോഴും നന്നായിട്ട് നമ്മുടെ പേൾ വീഡിയോസും അതുപോലെ തന്നെ നമ്മുടെ ബാച്ചിലുള്ള ക്ലാസ്സസും ആക്സസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും നന്നായിട്ട് നിങ്ങളുടെ റെക്കോർഡഡ് വീഡിയോസ് വെച്ച് നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാം. അതുകൂടാതെ തന്നെ നമ്മൾ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന DPPസും എക്സാമൊക്കെ വെച്ച് ആ സ്വന്തമായി ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്ത് പഠിക്കാവുന്നതാണ്. ആൻഡ് ലാസ്റ്റ് ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം ടെക്സ്റ്റ് ബുക്കും നോട്ടൊക്കെ ക്ലോസ് ചെയ്തിട്ട് മൈൻഡ് കുറച്ച് നേരം റിലാക്സ് ആയിട്ട് കണ്ണടച്ചിരുന്ന് പഠിച്ച കാര്യങ്ങൾ ഓരോന്നായിട്ട് ഓർത്തെടുക്കുന്നത് വളരെ നല്ലതാണ്. റിപ്പീറ്റ് ആൻഡ് റിവൈസ് എന്ന് പറയുന്നത് ബെസ്റ്റ് മെത്തേഡാണ്. ഇങ്ങനെ അവറിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഓരോ ടോപ്പിക്കും ബ്രേക്ക് ചെയ്ത് പഠിച്ചാൽ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇതുപോലെ ഇനിയുള്ള സമയം പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് പഠിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബാച്ചിലെ ക്ലാസ്സസും കൂടെ നിങ്ങളെ കേട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതുമാത്രമല്ല നിങ്ങളുടെ എക്സാമിന് ടോപ്പ് സ്കോറിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനും പറ്റും. ഇനിയുള്ള സമയം പ്രോപ്പർ പ്ലാനോട് കൂടി പ്രോപ്പർ ടൈം സെറ്റാക്കി പഠിക്കാൻ നോക്കാം. ഓൾ ദി ബെസ്റ്റ്.